ഹായ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എൻ്റെ നാട്ടുകാരനും പ്രശസ്ത എഞ്ചിനീയറുമായിട്ടുള്ള ഹാറുബായുടെ അട്ടപ്പാടിയിലുള്ള ഒരു ഫാമിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞങ്ങൾ ഇന്നലെ വന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഒരു ബംഗ്ലാവിൽ, ഈ ഫാം ഹൗസിനോട് അടുത്ത് ചേർന്ന് കിടക്കുന്ന ഈ ബംഗ്ലാവിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. കൃഷിയോട് താല്പര്യമുള്ള ആളുകാരുടെ ഫാമിനെ കുറിച്ച് പലതവണ കേട്ടിരുന്നെങ്കിലും ഇന്നവരത് നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫാമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും നല്ല പച്ചപ്പരവതാനി വിരിച്ച പോലത്തെ ഒരു വഴിയാണ്. അതിന് രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്ത് വാഹനത്തിന് പോകാനുള്ള സെറ്റാക്കിയിട്ടുണ്ട്. ഈ പാതയുടെ ഇരുവശങ്ങളായിട്ട് അദ്ദേഹം പല വെറൈറ്റി വൃക്ഷത്തൈകളും മറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനടുത്ത് തന്നെ അദ്ദേഹം വലിയൊരു ഷെഡ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഷെഡാണ്. പിന്നെ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് പക്ഷികളെ വളർത്തുന്നതിനുള്ളൊരു കൂടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പക്ഷികൾക്ക് യഥേഷ്ടം പാറി കളിക്കാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷികളെ കൂട്ടിലടച്ച് ഇടുന്ന ആ ഒരു ഫീലിംഗ് വരുന്നില്ല. പക്ഷികൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇതിനകത്ത് പാറി കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിനകത്ത് നല്ല വിവിധതരം വിദേശ ഇനം പക്ഷികളും അതുപോലെ തന്നെ വിവിധ വെറൈറ്റി രീതിയിലുള്ള കോഴികളൊക്കെയാണ് ഇതിനകത്ത് അദ്ദേഹം വളർത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒന്ന് വീഡിയോ കണ്ടുനോക്കാം. അങ്ങനെ പക്ഷികളൊക്കെ കണ്ടതിന് ശേഷം അറുപങ്ങനെ കൂടെ ഞങ്ങൾ കൃഷിത്തോട്ടം കാണാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ
വിദേശ ഇനം പഴങ്ങളാണ് അദ്ദേഹം പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതിലും ഞങ്ങൾക്ക് അതിൻ്റെ കായകളും മറ്റും കാണാൻ സാധിക്കും. ചിലതിലൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞുകൊണ്ട് പലതിലൊന്നും ഫ്രൂട്ടില്ല. എന്നാലും അദ്ദേഹം അതിൻ്റെ ഓരോ കാര്യങ്ങളും വിവരിച്ച് തരുന്നുണ്ടായി. ഇത് എന്താ അറിയോ? ദുരിയൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, എവിടെ ദുരിയൻ ഉണ്ടാവും. എവിടെ അതിൻ്റെ ഒറിജിനൽ പുലാസാൻ ചെറുത്, പുലാസാൻ കേട്ടിട്ടുണ്ടോ? ഒക്കെ വിദേശ പഴങ്ങൾ. ഇതാണ് സാധാരണ നിങ്ങൾ ഡ്രാഗൺ വന്നിട്ട് വാങ്ങുന്നത്. ഞാൻ പല സ്ഥലത്തും അറേഞ്ച് ചെയ്തു. പലപ്പോഴും പോകുമ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ സ്പ്രേ കുപ്പിയും ഇതല്ല വാങ്ങുക. ആകെ വാങ്ങൽ പുറത്തുനിന്ന് ഷൂസും മറ്റേ തയ്യുമാണ്. ഓരോ മാവ് ഓരോ ഐറ്റമാണ്. നല്ല മധുരണ്ടോ? ഓറഞ്ച് ഇങ്ങനെ മധുരം കിട്ടുന്നില്ല ഡ്രാഗന്. ഡ്രാഗൺ വേണോ? പക്ഷെ നമ്മള് പുറത്തുനിന്ന് വാങ്ങണത് ഈ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് പുറത്തത്തെ എന്താടാ കുട്ടാ? ആ ഞാൻ കാണിച്ചതില്ലേ ആ പിലാവേ ഉണ്ടാവുമല്ലോ. ഈ അങ്ങനെ അറിയാം. ഇന്നൊരു പ്രത്യേക കായ തോന്നിയിട്ടുണ്ട്. കണ്ടോ? ചക്കല്ലാത്തത് വള്ളിയാണല്ലോ. ഇത് ദുബായിലുള്ള ആൾക്കാർക്ക് അറിയാം. ഇത് ലാഹോരി പാകിസ്ഥാൻ മാങ്ങ. ആ, സൗദിയിലും ദുബായിലും പോണ മാർക്കറ്റിൽ ഏറ്റവും വില കൂടി നല്ല മാങ്ങ. വില കൂടിയാണ്. ഇത് പ്രിയൂര്. എന്താ പേര്? പ്രിയൂര്. ഞാൻ ഒപ്പിക്കണം പറഞ്ഞാൽ എനിക്ക് പെരീക്കുള്ളതാണ്. ഞാൻ തന്നെ ഉണ്ടാക്കല്ല. എൻ്റെ മാതിരി മാർക്കറ്റിൽ നിന്ന് ഷിബുവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങണ്ടേ. പിന്നെ അവിടുന്ന് വാങ്ങിയ കായ്പ കൊടുക്കണ്ടേ. ഇതേതാ സാധനം അറിയാം? ഇത് ആ പെട്ടിയിൽ വരുന്ന പൊടിയില്ലേ, സ്വീറ്റ് ടാമ്പറിൻ. സ്വീറ്റ് എല്ലാം കഴിച്ചു. കായൻ്റെ സമയം കഴിഞ്ഞു. ഇത് ജാതി
അറുപത് ഇതെന്താണ് സാധനം ആ പ്ലാവുമ്പത്ത് തൂങ്ങിക്കണ്? ആകാശവെള്ളരി. ആ ഇതൊക്കെ നമ്മൾ അത്രയും നോക്കിയെടുക്കണം. അതിൻ്റെ ഉള്ളിൽ കുരുള്ളതാണ്. കുരു ഇല്ലാത്തതുകൊണ്ടാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ഇത്രേ ഉള്ളൂ. അതല്ല വൈനെണ്ണ വേറെ കുരുണ്ട്. മൂപ്പര് നാളെ മുതൽ ഓർമ്മക്ക് ഫേമസ് ആകാൻ പോകുന്നു. ഒരു ആളെ വീട്ടിലുണ്ടല്ലോ. ഇതാണ് കണ്ട അച്ചാച്ചെറു എന്നുള്ളതാണ്. നെറ്റിലടിച്ചു നോക്കിയാൽ മതി. അച്ചാച്ചെറു അതിന്റെ മരമാണ്. കണ്ടില്ലേ? ഏത് ഞാനൊരു സംഗതി ചെയ്യണ വളരെ പഠിച്ചിട്ട് കുറഞ്ഞിട്ട് ആ കണ്ടിന്റെ സംഭവമാണ്. അത് വണ്ടി പോകാൻ വേണ്ടി പറ്റിയല്ല. ഇത് കണ്ടമാനം ഉണ്ടാവും ചെയ്യും. പെരക്കേതാണ് പോത്തില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ. കുറച്ചല്ല ആദ്യം വീഡിയോ അടുത്ത സീസണിൽ അല്ലേ? അതേ കവുങ്ങ്. ഇതെന്താ പേരൊന്ന് വായിച്ചോട്ടെ.
അക്കായി ബെറി ഫ്രൂട്ടാണ്. ഫ്രൂട്ടാണ് അക്കായി പറയാ. അക്കായി ബെറി. ഹലോ, ഇത് ഇന്ത്യൻ ആപ്പിൾ. നമുക്ക് ചെയ്യാൻ ചെയ്തത് അതാണ്. ഞാൻ ചോദിക്കണം നിങ്ങൾ യുവത്വം ചിറക്ക് വേറെ പറഞ്ഞുണ്ട്. സ്ട്രോബെറി ഇതിനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും കമ്പനി. അർക്കല്ലേ ഓൻ ഇതാക്കുന്ന കണ്ടില്ലേ അർക്കല്ലേ ഇതൊന്ന് ശ്യാമല്ല അനുസരിച്ചോടെ ഇത് പറിക്കട്ടെ ആകാം. നമുക്ക് ഒന്നും അറിയാം. ഏതെങ്കിലും ഒരു സാധനം കിട്ടിയത് എവിടെ ഏത് സമയത്ത് കഴിക്കും. കഴിപ്പം അങ്ങനെ വേണ്ടായോ? ഇതേതാ അറിയോ ഈ സാധനം? ഇത് ചക്ക തന്നെയാണ്. 3 മണിക്കാവുള്ളൂ. ഇത് ചെമ്പടാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പേര്. ഇതിന്റെ ചക്ക ചവള് ഇതിന്റെ നമ്മൾ ചക്കച്ചവള ഇങ്ങനെ എന്തല്ലേ, ഇത് ഒരു കോര് മാതിരി കടച്ചക്കൻ്റെ മാതിരി ചെമ്പടാക്ക. പൊട്ടിച്ചാലേ പൊട്ടിണ്ടാവുള്ളൂ. ഇതെന്താ അറിയില്ല. ഇത് ആ മതി. അത് കേടന്നാണോ? ഓരോ പുട്ട മതിട്ടോ, പെരും പുട്ടേക്കാരത്. എടാ കുഞ്ഞ പിടിച്ചോണ്ട് പറഞ്ഞിട്ടോ, 2 പുട്ടാണ്.